ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LDC പ്രിലിമിനറി PSC എക്സാം ചലഞ്ചിന്റെ ചാപ്റ്റർ 4ലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ റിട്ടുകൾ ഏതൊക്കെ തരമാണ് എന്തൊക്കെയാണെന്ന് നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ചാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അഥവാ മൗലിക കടമകളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മൗലിക കടമകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 51A ആണ്. പാർട്ട് 4A ആർട്ടിക്കിൾ 51A ആണ് മൗലിക കടമകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് 1976 42ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് മൗലിക കടമകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ല, മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. 1976 42ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് മൗലിക കടമകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയത്. ഇനി ഈ മൗലിക കടമകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ബോറോ ചെയ്തത് എവിടെ നിന്നാണ്? റഷ്യൻ ഭരണഘടനയിൽ നിന്നുമാണ്. മൗലിക കടമകൾ എന്ന കൺസെപ്റ്റ് ബോറോ ചെയ്തത് റഷ്യൻ ഭരണഘടനയിൽ നിന്നുമാണ്. ഇനി സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി മാറിയത്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയത്. അത് ഏത് പ്രൈം മിനിസ്റ്ററുടെ കാലത്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലത്താണ് മൗലിക കടമകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയത്. ഇനി അതിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് നോൺ ജസ്റ്റിസിബിൾ ഇൻ നേച്ചർ ആണ്. മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് നോൺ ജസ്റ്റിസിബിൾ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. മൗലിക കടമകൾ നമുക്ക് കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. ഈ എല്ലാ പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഏത് ആർട്ടിക്കിൾ ആണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അമെൻമെന്റ് ആക്ട് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് എത്രാമത്തെ അമെൻമെന്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. വർഷം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കൺസെപ്റ്റ് ബോറോ ചെയ്ത് എവിടെ നിന്ന് ചോദിക്കാറുണ്ട്. ഈ കമ്മിറ്റിയുടെ പേര് ചോദിക്കാറുണ്ട്. ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇത് നമ്മുടെ ഭാഗമായി മാറിയത്. ഈ എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാർട്ട് 4A ആണ്. ഏത് ആക്ട് വഴിയാണെന്ന് ചോദിച്ചാൽ അമെൻമെന്റ് ആക്ട് വഴിയാണെന്ന് ചോദിച്ചാൽ അത് 1976 ആണ്. 42nd അമെൻമെന്റ് ആണ്. ഈ കൺസെപ്റ്റ് ബോറോഡ് ഫ്രം റഷ്യ. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് അത് ഉൾപ്പെടുത്തിയത്. ഇന്ദിരാഗാന്ധി ആയിരുന്നു അപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. അത്രയും പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. ഇനി തുടക്കത്തില് നമ്മുടെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയപ്പോൾ നമുക്ക് 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് 11 മൗലിക കടമകളാണ് ഉള്ളത്. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉള്ളത്. ഈ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2002 വഴിയാണ് ആഡ് ചെയ്തത്. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2002 വഴിയാണ് നമ്മുടെ 11ാമത്തെ മൗലിക കടമ ആഡ് ചെയ്തത്. ഈ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഏതാണെന്ന് ചോദിച്ചാൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ കർത്തവ്യമാണ് എന്നുള്ളതാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെ കർത്തവ്യമാണ് എന്നുള്ളതാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് മൗലിക കടമകൾ നിലവിൽ വന്നപ്പോൾ
10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 11 ആണ്. 11ാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ അത് 2002 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴിയാണ് വന്നത്. ആ അമെൻമെന്റ് ആക്ട് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നതാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഇനി നമുക്ക് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കാം. അത് എഴുതാനൊന്നും ചോദിക്കില്ല, അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് വൺ, to abide by the constitution and respect its ideals and institutions, the national flag and the national anthem. അതായത് ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും വേണം. ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും വേണം. ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും നമ്മുടെ പതാകയും ഒക്കെ നമ്മൾ ആദരിക്കണം എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. Second one, to cherish and follow the noble ideas which inspired our national struggle for freedom. സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക എന്ന് പറയുന്നതാണ് സെക്കൻഡ് വൺ. സ്വാതന്ത്ര്യ സമരത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ നമ്മൾ പിന്തുടരുക എന്ന് പറയുന്നതാണ് സെക്കൻഡ് വൺ. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് to uphold and protect the sovereignty, unity and integrity of India. To uphold and protect the sovereignty, unity and integrity of India. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് to defend the country and render national service when called up to do so. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും എപ്പോഴും തയ്യാറാവുക. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും തയ്യാറാവുക. അതാണ് ഫോർത്ത് വൺ എന്ന് പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് to promote harmony and spirit of common brotherhood amongst all the people of India, transcending religious, linguistic and regional or sectional diversities. പിന്നെ to renounce practices derogatory to the dignity of women. To promote harmony and spirit of common brotherhood amongst all the people of India, transcending religious, linguistic and regional or sexual diversities. To renounce practices derogatory to the dignity of women. എന്ന് പറഞ്ഞാൽ മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നീ വൈരുദ്ധ്യങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവരുടെ ഇടയിൽ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. അതൊരു പോയിന്റ് ആണ്. എല്ലാവരുടെ ഇടയിൽ നമ്മൾ സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് to renounce practices derogatory to the dignity of women. അതായത് സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക. സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക. ഇനി സിക്സ്ത് വൺ എന്ന് പറയുന്നത് to value and preserve the rich heritage of our composite culture. To value and preserve the rich heritage of our composite culture. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ ബഹുമാനിക്കുക. സെവൻത് വൺ എന്ന് പറയുന്നത് to protect and improve natural environment including forest, rivers, wildlife and to have compassion for living creatures. എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ ജീവികളോട് അനുകമ്പ പുലർത്തുക. നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ ജീവികളോട് അനുകമ്പ പുലർത്തുകയും ചെയ്യുക. ഇനി എയ്ത്ത് വൺ എന്ന് പറയുന്നത് to develop the scientific temper, humanism and the spirit of inquiry and reform. അതായത് ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. ഇനി നയൻത് വൺ എന്ന് പറയുന്നത് to safeguard public property and to abjure violence. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അതുപോലെ തന്നെ അക്രമം ഉപേക്ഷിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക.
ഇനി 10th വൺ എന്ന് പറയുന്നത് ടു സ്ട്രൈവ് ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി so that the nation constantly rises to higher levels of endeavor and achievement. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടിയിട്ട് ഉന്നതമായ പദവിയിലേക്ക് മുന്നേറാൻ ശ്രമിക്കുക. എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ തരത്തിലും നമ്മൾ മികവ് കാട്ടിയിട്ട് ഉന്നതമായിട്ടുള്ള പദവിയിലേക്ക് മുന്നേറാൻ ശ്രമിക്കുക. 11th one നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. who is a parent or guardian to provide opportunities for education to his child or as the case may be what between the age of 6 to 14 years. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമായും അത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നതാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അപ്പോൾ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ട് അതിനകത്ത് ഏതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പെടാത്തത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനും പറ്റും. ഇനി ഇപ്പം ഇത്രയുമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് മെയിൻ ആയിട്ടും പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇത് വെച്ചിട്ട് കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യാം, എന്താണ് മനസ്സിലായതെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അഡോപ്റ്റഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഭരണഘടന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ആശയം കടമെടുത്തത് റഷ്യ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെർ ആഡഡ് ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എന്നാണ് അത് ആഡ് ചെയ്തത്? 1976. ഏത് അമെൻമെന്റ് പ്രകാരം, ആക്ട് പ്രകാരമാണ്? 42nd അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് 1976 നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തത്. At present, how many fundamental duties are in the Constitution of India? ഇന്ത്യൻ ഭരണഘടനയിലെ നിലവിൽ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണുള്ളത്? 11 ആൻസർ. In the Indian Constitution, fundamental duties are given in which article? ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 51A ആണ്. പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാർട്ട് 4A ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which of the following statements is false? The options വായിക്കാം. Fundamental duties are given in part 4 of the Constitution. ഈ ഓപ്ഷൻസ് എന്ന ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? ഈ 4 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഫോൾസ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ഗിവൺ ഇൻ പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ശരിയാണല്ലോ, പാർട്ട് 4 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആഫ്റ്റർ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഹാവ് ബീൻ ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതും ശരിയാണ്. 42ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് ഇന്ത്യയുടെ ഭരണഘടനയിലേക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആഡ് ചെയ്തത്. In 2002, after 82nd Constitutional Amendment Act, another fundamental duty was added. അത് ശരിയാണോ? 2002 82nd Amendment Act പ്രകാരമാണോ ലാസ്റ്റ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മുടെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്തത്? അല്ല, 86th Amendment Act ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ലാസ്റ്റ് വൺ പബ്ലിക് റെപ്രസെന്റേഷൻ ആക്ട് ബിൽറ്റ് ഇൻ 1951. അപ്പൊ നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം ഏതാണ്. 2002 86th ആണ് കറക്റ്റ്, 82nd അല്ല. അപ്പൊ അതുകൊണ്ട് ഇതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി 6th വൺ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പെടാത്തത് ഏത്? സേഫ് ഗാർഡിംഗ് പബ്ലിക് പ്രോപ്പർട്ടി, അതെ, പൊതുമുതല് സംരക്ഷിക്കുക, അത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. ടു ഒബേ പേരൻസ്, മാതാപിതാക്കളോട് അനുസരിക്കുക. ടു മേക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ഓഫ് 6 to 14 years. 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം നൽകുക. ടു സ്പ്രെഡ് ബ്രദർഹുഡ് എമംഗ് ദ പീപ്പിൾ, എല്ലാവരുടെ ഇടയിൽ സാഹോദര്യം വളർത്തുക. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, ടു ഒബേ പേരൻസ് ആണ് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പെടാത്തത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഓർത്ത് വയ്ക്കുക, വളരെ ഈസിയാണ്. ആ കൺസെപ്റ്റ് ഓർത്ത് എവിടെ നിന്നാണ് ബോറോ ചെയ്തത്, അതുപോലെ തന്നെ ഏത് വർഷം ഏത് അമെൻമെന്റ് ആക്ട് ആണ്, അതുപോലെ നിലവിൽ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണുള്ളത്, ഏത് ആർട്ടിക്കിൾ ആണ്, ഏത് പാർട്ടിന്റെ ഭാഗമായിട്ടാണ്, ഏത് കമ്മിറ്റിയാണ് നിർദ്ദേശം നൽകിയത്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കുക.
അപ്പം നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.